ഹായ് ഡിയസേ, സമയം 7 ഏട്ടനെയും ചെക്കനെയും വെയിറ്റ് ചെയ്യാണ്. ഈ 2 ദിവസം ഞാൻ ഒറ്റയ്ക്ക്, എന്താന്ന് പറയില്ല, അത്രയ്ക്കും ബോറടി, ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. ഇപ്പം വരും, എന്തേലും കൊണ്ടുവരും എന്തായാലേ. കാരണം ഒന്നും കൊണ്ടുവരാതിരുന്നില്ല. അപ്പോൾ ഒരു ആകാംക്ഷയാണ്, എന്താ കൊണ്ടുവരിക ആ പെട്ടീൻ്റെ പൊട്ടിക്കാനേ. ഇപ്പോൾ ഒക്കെ അരവണേന്ന് എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. അരവണയെന്ന് പിന്നെ ഇതെന്താ ഒരു നല്ല മധുരമുള്ളൊരു മിഠായി കേട്ടോ, ഇതും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ആകാംക്ഷയോട് കൂടി ഇരിക്കുക, ഒക്കെ പായസമാണോ എന്നൊക്കെ ചോദിച്ച് ഞാൻ. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഓരോ സാധനങ്ങൾ എടുത്തിട്ട് പുറത്തേക്ക് വയ്ക്കുക. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ എനിക്കൊരു കീ ചെയിൻ കൊടുത്തിട്ടാണ്, അതിപ്പോഴും ഉണ്ട് എൻ്റെ വണ്ടിയുമേ. രജനി നേരിട്ട് മൂപ്പരാളെ വേഗം പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ എനിക്ക് എന്താ കിട്ടുന്നത് വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അച്ചു കുളിക്കാൻ പോയപ്പോൾ മൂപ്പരാൾ ബാഗ് ഒഴിവാക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യുക, എന്താണ് എടുത്ത് തരിക എന്നുള്ളത് വിചാരിച്ചിട്ട്. എനിക്കൊന്നുമില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ സങ്കടപ്പെടുന്നൊക്കെ ഉണ്ട്. അവസാനം ബാഗും കൊട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊന്നുമില്ല, പ്രാവശ്യം ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത്. പിന്നെ കൊണ്ടുവന്നാൽ പോരാ, അതിങ്ങനെ വിളമ്പാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മൂപ്പരാൾ തന്നെ എല്ലതും ഇങ്ങനെ ഓരിച്ചിരും. അത് ഞാൻ അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ മോളില്ലാത്ത കാരണം ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ഇതാ പൊരിമ്പാത്രം പൊട്ടിച്ചിട്ടാണ്, അതിലെന്തൊക്കെയുണ്ട് തോന്നണം കേട്ടോ. എനിക്കുള്ളത് കിട്ടിയപ്പോൾ എന്താ നോക്കാം, എന്തൊക്കെയാണാവോ നോക്കട്ടെ കേട്ടോ. ആദ്യം പൊട്ടിച്ച് നോക്കട്ടെ എന്താ സംഭവം എന്നുള്ളത്. വീഡിയോ എടുക്കാത്ത കാരണം ഞാൻ തന്നെ കമ്മൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. ഞാൻ ഇട്ടുണ്ടായിരുന്നു, വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സെറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല, അതാണ്. പിന്നെ ഇതെന്താ പൊട്ടൊക്കെ ആവുമെന്നാണ് ഞാൻ വിചാരിച്ച്. പക്ഷേ അയ്യോ, കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കമ്മൽസ് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര വലിയ കൊട്ട വാങ്ങണമെന്ന്. അപ്പോൾ മൂപ്പരാൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളോടുന്ന നല്ല വലിയ കട. എനിക്കിഷ്ടമായിട്ടാണ്. ഇഷ്ടമായില്ലെങ്കിൽ എൻ്റെ ഏട്ടൻ കൊടുക്കുന്നതല്ല, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അങ്ങനെ കമ്മൽസ് കുറേ 5 കമ്മലുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ജിമിക്കിയോട് ഭയങ്കര ഇഷ്ടം. അങ്ങനെ പിന്നെ എന്താ വെച്ചിട്ടാ കുറേ ക്ലിപ്പുകൾ, ക്രാബ് ഒക്കെ കൊടുന്നെനിക്ക് നന്നായി, നല്ല സന്തോഷമായി. എന്തായാലും എന്തെങ്കിലും ഒന്നും ഇല്ലാതെ വരില്ല എന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നേ. പിന്നെ 2 ആളും കൂടെ എത്തണ്ടേ, ഒറ്റയ്ക്കാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. താങ്ക് യു ഏട്ടാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ വീണ്ടും ഒരു കീ ചെയിൻ, ഇത് മൂപ്പരാൾക്കുള്ളത്. ഇത് എൻ്റെ ഏട്ടാ 95 നമ്പർ. എൻ്റെ പേര് എഴുതിയത് ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്പർ എഴുതിയത്. അങ്ങനെ മലയ്ക്ക് പോയി വന്നപ്പോൾ സമ്മാനം കിട്ടി. ഇഷ്ടമായ ലൈക്ക്